വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഇറാനിലും ഇസ്രയേലിലുമുള്ള കേരളീയർ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ എംബസികൾ നൽകുന്ന നിർദ്ദേശം പാലിക്കണമെന്ന് നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു. നിലവിൽ കഴിയുന്ന സ്ഥലം സുരക്ഷിതമാണെങ്കിൽ അവിടെ തന്നെ തുടരണം. സ്ഥിതിഗതികൾ എംബസി അധികൃതരും നോർക്കയും നിരീക്ഷിച്ചു വരികയാണ്. ഇറാൻ ഇസ്രയേൽ അധികൃതരുമായി എംബസികൾ നിരന്തര സമ്പർക്കത്തിലാണ്. വിവരങ്ങൾ അറിയിക്കുന്നതിനും സഹായത്തിനുമായി ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്കിലോ ബന്ധപ്പെടണം. ഇറാനിലെ ടെഹ്റാൻ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ 009892811015 009891281009. ഇമെയിൽ consular@indianembassy.tehran.com. ഇസ്രയേലിലെ ടെൽ അവീവ് ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ 00972547520711 00972543278392. ഇമെയിൽ cons1.telaviv@mea.gov.in. നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിലെ ഹെൽപ്പ് ഡെസ്ക് 1800-5353939. ടോൾ ഫ്രീ നമ്പർ 009188020123 അന്താരാഷ്ട്ര മിസ് കോൾ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ടെഹ്റാനിൽ ആക്രമണം ഉടൻ ജനങ്ങളോട് നഗരമൊഴിയാൻ ആവശ്യപ്പെട്ട് നെതന്യാഹു ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാന്റെ വ്യോമപരിധി പിടിച്ചടക്കിയെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ നഗരത്തിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെഹ്റാന്റെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന തിങ്കളാഴ്ച പകൽ അവകാശപ്പെട്ടിരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 4ാം ദിനത്തിലും രൂക്ഷമായി തുടരുകയാണ്. ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 3-1 പ്രതിരോധ സേന തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ അധികം വൈകാതെ ടെഹ്റാനുമേൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്നും അതിനു മുമ്പ് ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടെഹ്റാന് മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രയേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രങ്ങളെല്ലാം തങ്ങൾ ഉടൻ ആക്രമിക്കും. ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ടെഹ്റാനിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകൂ, പിന്നാലെ തങ്ങൾ ആക്രമിക്കും. നെതന്യാഹു തിങ്കളാഴ്ച വൈകിട്ടോടെ ടെൽ നോഫിലെ വ്യോമതാവളത്തിൽ വെച്ച് അറിയിച്ചതാണ് ഇക്കാര്യം. ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രയേൽ ആക്രമണം. തത്സമയ വാർത്താ അവതരണത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. വാർത്താ അവതാരക ബോംബ് വീണതിന് പിന്നാലെ സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങൾ പൊടിപടലങ്ങൾ നിറയുന്നതും വ്യക്തമാണ്. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIB ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഈ ചാനൽ ആക്രമിക്കുമെന്ന് നേരത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ചാനൽ പ്രക്ഷേപണം പുനരാരംഭിച്ചു. ഇറാനിലും ഇസ്രയേലിലുമുള്ള കേരളീയർ ഇരു രാജ്യങ്ങളിലും ഇന്ത്യൻ എംബസികൾ നൽകുന്ന നിർദ്ദേശം പാലിക്കണമെന്ന് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.